ചില സന്യാസിമാർ മധുകരി ഭിക്ഷ എന്നാണ് അവർ പറയുക, മാധുകരി എന്ന് പറയാറില്ല. മധുകരി ഭിക്ഷയ്ക്കാണ് പോവാറുള്ളത്. മധുകരി ഭിക്ഷ എന്ന് പറഞ്ഞാൽ പല വീടുകളിൽ നിന്നും കുറേശ്ശെ ആയിട്ട് കയ്യിൽ മേടിച്ച് കഴിച്ച് മടങ്ങി വരികയാണ്. സ്തോകം സ്തോകം ഗ്രസേദ്ഗ്രാസം ദേഹോ വർത്തേതയാവത ഗൃഹാനഹിംസന്നാധിഷ്ഠേത് വൃത്തിം മാധുകരീം മുനി അണുഭ്യശ്ച മഹദ്ഭ്യശ്ച ശാസ്ത്രേഭ്യഃ കുശലോ നരഃ സർവതഃ സാരമാദദ്യാത് പുഷ്പേഭ്യ ഇവ ഷഡ്പദഃ. ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രമല്ല തേനീച്ചയിൽ നിന്ന് ഞാൻ പഠിച്ചത് വേറെ ഒരു കാര്യവും കൂടിയുണ്ട്. എന്താ? ഒരു പുഷ്പത്തിൽ ചെന്നിരുന്നു, അതിൻ്റെ തേൻ കഴിച്ചു. അതൊരു പ്രത്യേക പുഷ്പമാണ്. അപ്പം അതിലുണ്ടാവുന്ന തേന് ആ പ്രത്യേകതയുണ്ടാവും. ബാക്കി ഓരോ പുഷ്പത്തിനും അതാതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഏതിൽ നിന്നാണ് തനിക്ക് കൂടുതൽ പോഷകം കിട്ടുക എന്നുള്ളത് തേനീച്ചയ്ക്ക് അറിയില്ല. അപ്പം എല്ലാറ്റിൽ നിന്നും കുറേശ്ശെ കഴിക്കുമ്പോൾ എല്ലാം കൂടി ചേർന്നു നവരസ ഭക്ഷണം എന്ന് പറഞ്ഞ മാതിരി, ഷഡ്രസ ഭക്ഷണം എന്ന് പറഞ്ഞ മാതിരി. ഏറ്റവും നല്ല ഭക്ഷണം ഷഡ്രസങ്ങൾ ഉണ്ടാവണത്രേ. ആ ഷഡ്രസത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ സദ്യ കൂട്ടുമ്പോൾ പരിപ്പ്, കിച്ചടി, കാളൻ, ഓലൻ, അവിയൽ, മോരൊഴിച്ചു കൂട്ടാൻ, പപ്പടം എന്ന് തുടങ്ങി പ്രഥമനുണ്ടല്ലോ. ഇങ്ങനെ പലതും കൂടി വിളമ്പുന്നത് എന്തിനാ? ഷഡ്രസം ഉണ്ടാക്കി തീർക്കാനാണ്. വൃത്തിം മാധുകരീം മുനിഹി എന്ന് പറഞ്ഞല്ലോ. അവിടെ വാസ്തവത്തിൽ ഇത് തേനീച്ചയും വണ്ടും രണ്ടും തേൻ കുടിക്കാൻ തന്നെയാണ് പുഷ്പങ്ങളിലേക്ക് പോകുന്നത്. അതിൽ തേനീച്ച കുറച്ച് സൂക്ഷ്മമായിട്ടുള്ളതാണ്, ചെറിയതാണ്. വണ്ട് കുറച്ചും കൂടിയും കാണും. അപ്പോൾ വണ്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാം. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും തേനീച്ചയെ അത്ര കാണാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഇവിടെ 9-ാമത്തെ ശ്ലോകത്തിലും 10-ാമത്തെ ശ്ലോകത്തിലും പറയുന്നത് വാസ്തവത്തിൽ വണ്ടിനെ പറ്റിയിട്ടാണ്. പക്ഷേ ഏതാണ്ട് തേനീച്ചയെ പോലെ തന്നെയാണ് ആ പറയുന്ന വിഷയങ്ങൾ അവിടെയുള്ളത്. അപ്പോൾ അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് മധുഹൃത് എന്നുള്ള ഒരു ഗുരുവായിട്ട് അദ്ദേഹം പറയുന്നത്, പരിഗണിക്കുന്നത്. അപ്പോൾ അണുഭ്യശ്ച മഹദ്ഭ്യശ്ച ശാസ്ത്രേഭ്യ കുശലോ നരഃ സർവതഃ സാരമാദദ്യാത് പുഷ്പേഭ്യൈവ ഷഡ്പദഃ. ഇവിടെ ഷഡ്പദഃ 6 കാലുള്ളത്. കാണാൻ പറ്റാവുന്നത് വണ്ടാണ്. ഒരു പക്ഷേ തേനീച്ചയ്ക്കും നെഴുമ്പിനും കൂടി അതുപോലെ 6 കാലായിരിക്കാം. അണുഭ്യശ്ച മഹദ്ഭ്യശ്ച ശാസ്ത്രേഭ്യഃ കുശലോ നരഃ. ഒരു വലിയ കാര്യം അവിടെ പറയുന്നത്. തേൻ എന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ ഈ വണ്ടിനെയും തേനീച്ചയെയും ഗുരുവായി വെച്ച് ഭക്ഷണം കഴിക്കാൻ മാത്രമുള്ള ഒരു ഉദാഹരണമല്ല, മാതൃകയല്ല എനിക്ക് കിട്ടിയത്. നേരെ മറിച്ച് എൻ്റെ പഠിപ്പിനും അറിവിനുള്ളതും കൂടി ഞാൻ അവരിൽ നിന്ന് പഠിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെ? അണുഭ്യശ്ച മഹദ്ഭ്യശ്ച ശാസ്ത്രേഭ്യഃ. ചെറിയ പുസ്തകം, കൊച്ചു പുസ്തകങ്ങളുണ്ടാവും. 1 ശ്ലോകം, 2 ശ്ലോകം, ഏകശ്ലോകി ഭാഗവതം, ഏകശ്ലോകി രാമായണം എന്നിങ്ങനെ കേൾക്കാറുണ്ട്. അതുമാതിരി കിം ജ്യോതി സ്തോത്രം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, ബ്രഹ്മസ്തുതി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണുണ്ട്. ഇതൊക്കെ ഒറ്റ ശ്ലോകങ്ങളാണ്. അതും വാസ്തവത്തിൽ അതിൻ്റെ സന്ദേശം നോക്കുമ്പോൾ ഒരു പൂർണ്ണ ശാസ്ത്രം ഗ്രന്ഥം പോലെ ഉണ്ടാവും. അങ്ങനെ ചെറിയ തോതിലുള്ളതായ ശാസ്ത്രങ്ങളും വിസ്തൃതമായി രാമായണം, മഹാഭാരതം, ശ്രീമദ് ഭാഗവതം എന്നിങ്ങനെ വിപുലമായി പ്രതിപാദനം നടത്തിയിട്ടുള്ളതായ ശാസ്ത്രങ്ങളും ശാസ്ത്രേഭ്യ, അവയെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. എല്ലാറ്റിലും ഉണ്ട് നമുക്ക് വേണ്ട തത്വമൂല്യ സിദ്ധാന്ത സന്ദേശം. അതിൽ കുശലോ നരഃ, കുശലനായിരിക്കുന്ന നരൻ, മനുഷ്യൻ, സാമർഥ്യമുള്ളവൻ എന്തു ചെയ്യും? സർവതഃ സാരമാദദ്യാത്, എല്ലാറ്റിൽ നിന്നും എസൻസ് എന്തോ, സാരമെന്തോ, ആ സാരം അദ്ദേഹം എടുക്കണം. ഏതുപോലെ? പുഷ്പേഭ്യ ഇവ ഷഡ്പദഃ. അനവധി പുഷ്പങ്ങളിൽ ചെന്നിരുന്ന വണ്ട് എങ്ങനെയാണോ, ഏതാണോ നല്ലത്, ഒരു പക്ഷേ വണ്ട ആദ്യം ചെന്നിരുന്നിട്ട് ആ പുഷ്പം നല്ലതല്ല എന്ന് തോന്നിയാൽ അത് വിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കഴിച്ചിട്ടുണ്ടാവും. അല്ല, ഈ തേൻ കുടിക്കുന്ന സമയത്ത് ആദ്യം തേൻ നന്നായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ കുറവുണ്ടാവും. ഞാനിപ്പോൾ തേൻ പുഷ്പത്തിൽ നിന്ന് എടുത്ത് കുടിച്ചാലല്ലേ ഇതൊക്കെ അറിയുള്ളൂ, വണ്ടാവണം. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ അത് ഓരോന്നിൽ നിന്നും എടുത്ത് മനസ്സിലാക്കി വിലമതിച്ചതിന് ശേഷം എവിടെ നല്ലതുണ്ടോ അതെല്ലാം നമ്മൾ എടുക്കുകയാണ്. അതുപോലെ സർവതഃ സാരമാദദ്യാത്, എല്ലാ ശാസ്ത്രങ്ങളിൽ നിന്നും സാരമെന്തോ ആ സാരം ഗ്രഹിക്കണം. ഞാൻ ഭാഗവതം മാത്രമേ വായിക്കൂ, രാമായണം മാത്രമേ വായിക്കൂ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. സാരം എല്ലാറ്റിലും ഉണ്ടാവാം. അതിൽ ചിലത് വളരെ പ്രയോഗക്ഷമമായിരിക്കാം. അപ്പോൾ കുറേയൊക്കെ ശാസ്ത്രങ്ങൾ നോക്കി എവിടെയൊക്കെ എസൻസ് നല്ലതുണ്ടോ, കാതിലും കഴിവുമുണ്ടോ അതെടുക്കുന്നതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. വണ്ടിനെ പോലെ, തേനീച്ചയെ പോലെ. അണുഭ്യശ്ച മഹദ്ഭ്യശ്ച ശാസ്ത്രേഭ്യ കുശലോ നരഃ സർവതഃ സാരമാദദ്യാത് പുഷ്പേഭ്യൈവ ഷഡ്പദഃ. പുഷ്പങ്ങളിൽ നിന്ന് ബഹുവചനം ഉപയോഗിച്ചിരിക്കുക. അപ്പം അനവധി ശാസ്ത്രങ്ങളിൽ നിന്ന് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരിക, അനന്തശാസ്ത്രം ബഹുവേദിതവ്യം സ്വൽപശ്ച കാലോ ബഹവശ്ച വിഘ്നാഃ
യത് സാരഭൂതം തദുപാസിതവ്യം ഹംസൈർയഥാ ക്ഷീരമിവാംബുമിശ്രം. നമ്മുടെ ഭാരതത്തിൽ ഹൈന്ദവ സംസ്കാരത്തിൽ അനന്തശാസ്ത്ര എണ്ണമറ്റ ശാസ്ത്രങ്ങളാണ്. ഇതെല്ലാം കൂടി വായിച്ച് വായിച്ച് മുഴുവനാക്കാൻ ഒരാൾക്ക് സാധിച്ചു എന്ന് വരില്ല. ബഹുവേദിതവ്യം, അറിയാനുള്ളത് കുറെ അധികമുണ്ട്. സ്വൽപശ്ച കാലോ, അതിനുള്ള കാലാവധിയോ വളരെ ചുരുക്കമാണ്. എന്താ, ആദ്യകാലമൊന്നും ആരും ശാസ്ത്രം വായിക്കില്ല. നിങ്ങളുടെ ഉദ്ദേശം എന്താ? കുട്ടികളെയോ പ്രീ കിൻഡർ ഗാർട്ടൻ കോഴ്സിന് അയക്കണം. അത് കഴിഞ്ഞാൽ നല്ല സ്കൂൾ നോക്കി ലോവർ KG അപ്പർ KG അങ്ങനെ അങ്ങോട്ട് വിട്ടു. എന്തിനാ? ഭൗതിക വിദ്യാഭ്യാസത്തിന്. ആരെങ്കിലും നമ്മുടെ അധ്യാത്മമോ ധാർമ്മികമോ ആയിരിക്കുന്ന ശാസ്ത്രം ഗ്രഹിക്കാൻ വേണ്ടിയോ പഠിപ്പിക്കാൻ വേണ്ടിയോ ഒരു ട്യൂട്ടറെ വെച്ച് പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ? അതില്ല. പഴയ കാലത്ത് രാജാക്കന്മാർക്ക് ഒരു ഭാഗത്ത് അസ്ത്രശസ്ത്ര വിദ്യ, മറുഭാഗത്തോ നമ്മുടെ ധാർമ്മിക അധ്യാത്മ ശാസ്ത്ര പരിജ്ഞാനം, ഇത് രണ്ടും ഒരുപോലെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. യോഗവാസിഷ്ടത്തിൽ ഞാൻ പറയാറുണ്ടല്ലോ, 16 വയസ്സുള്ള ശ്രീരാമനോടാണ് 18 ദിവസം വസിഷ്ഠ മഹർഷി അച്ഛനമ്മമാരും പൗരമുഖ്യന്മാരും മന്ത്രിമാരും എല്ലാവരും അടുത്തിരിക്കെ 18 ദിവസമാണ് മനസ്സിൻ്റെ സങ്കടം, വിഷമം, ചാഞ്ചല്യം, ദുഃഖം, ദുരിതം ഇതൊക്കെ തീർന്ന് നല്ല ദൃഷ്ടിയോടുകൂടി സ്ഥൈര്യത്തോടുകൂടി രാജ്യം ഭരിക്കാനുള്ള ഉപദേശം നൽകിയത്. അപ്പം രാജാക്കന്മാരുടെ പഠിപ്പ് എങ്ങനെയായിരുന്നു? ഇന്നത്തെ കാലത്തോ നിങ്ങൾക്ക് അതൊന്നുമില്ല നിങ്ങളുടെ മനസ്സിൽ. രാമായണം പോട്ടെ, പഴഞ്ചൻ, അതിൽ നിന്ന് മാത്രമേ മനസ്സിനുള്ള ഗുണവും മൂല്യവും മേന്മയും ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അനന്തശാസ്ത്രം ബഹുവേദിതവ്യം. എന്തിനാ ഞാനിത് പറഞ്ഞത്? കുട്ടിക്കാലത്ത് പഠിച്ചു, ഒരു ഡോക്ടർ MD പാസ്സായി വരുമ്പോഴേക്കും വയസ്സ് 30 ആവും. അത് കഴിഞ്ഞാൽ പ്രാക്ടീസ് തുടങ്ങും, പിന്നെ കല്യാണമായി, പിന്നെ കുട്ടികളായി. എവിടെയാണ് ഈ ശാസ്ത്രം വായിക്കുക പഠിക്കുക? റിട്ടയർ ചെയ്താൽ രണ്ടാമത് ഉദ്യോഗത്തിന് നോക്കും. ഞാൻ ഇന്നാൾ ഡൽഹി ചെന്നപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്നോട് പറയുക, അലൈഡ് സർവീസസിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറയുക, സ്വാമിജി, ഞാൻ ബാക്കി റീജിയണൽ ലാറ്ററൽ എന്നും ഒരു വാക്ക് ഉപയോഗിച്ചു. റീജിയണൽ പോസ്റ്റിംഗ് ഒക്കെ ഉള്ള സമയത്ത് എനിക്ക് ജോലിയോട് വലിയ താല്പര്യമായിരുന്നു, വലിയ ഇഷ്ടമാണ്, നല്ലോണം പോലെ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ഡൽഹിയിൽ സെൻട്രൽ ഓഫീസിൽ വലിയ പൊസിഷൻ വന്നപ്പോൾ ഞാനിവിടെ കാണുന്നതൊക്കെ കണ്ടാൽ എനിക്ക് ജോലിയിൽ ഒരു ഉത്സാഹമില്ല. എന്താ കാരണം? സർവ്വ ആൾക്കാരും അവരവരുടെ നിലയും കാര്യവും ഭദ്രമാക്കാനുള്ള ഒരു ദൃഷ്ടിയാണ്. സ്വാർത്ഥം ഭരികളാണ് എല്ലാവരും. അവരുടെ ഉദ്ദേശം എന്താണെന്നറിയോ? റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും ഒരു ഗവർണറാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെയർമാൻ ആവുക, ചെയർപേഴ്സൺ ആവുക. പല സ്ഥാപനങ്ങളും ഉണ്ടല്ലോ, അതിലൊക്കെ ഒരു പോസ്റ്റിംഗ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ആരെയൊക്കെ എണ്ണയിടണോ അതിനൊക്കെ അവർ തയ്യാറാണ്. ജോലി ചെയ്യൽ വളരെ കുറവാണ്. വാസ്തവത്തിൽ ഉന്നതമായിരിക്കുന്ന ഒരു പൊസിഷനിൽ വന്ന ആളാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ മനസ്സിലാക്കി തിരുത്തേണ്ടത് തിരുത്താനും പുതിയതായത് വല്ലതും കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാനും ഒക്കെയുള്ള സമയമാണ്. പക്ഷെ അവരുടെ ശ്രദ്ധ മുഴുവൻ അതല്ല. ആരാരെയെല്ലാം സുപ്പീരിയേഴ്സിനെ തൃപ്തിപ്പെടുത്തിയാൽ എനിക്ക് റിട്ടയർ ചെയ്ത ഉടനെ ഒരു പോസ്റ്റ് കിട്ടുമോ അതിന് വേണ്ടിയിട്ടുള്ള ആലോചനയാണ്. ഇവരെങ്ങനെയാണ് ഇവരുടെ കാര്യത്തിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സേവ് ആവുക എന്ന് ചോദിക്കുക. നോക്കൂ ഞാൻ എന്താ പറഞ്ഞതെന്ന്. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം സ്വൽപശ്ച കാലോ ബഹവശ്ച വിഘ്നാ. 58-60 വയസ്സായി റിട്ടയർ ചെയ്താൽ ഇനിയുള്ള കാലം ശാസ്ത്രം പഠിക്കാമെന്ന് വിചാരിച്ചാൽ അതും പറ്റില്ല. പിന്നെയും അപ്പോയിൻമെൻറ്റ് ഫർദറാണ്. ആദ്യം തേടുക അവർ ചെയ്യണത്. അപ്പം നമുക്ക് ശാസ്ത്രം വായിച്ച് മനസ്സിലാക്കാനുള്ള സമയം എവിടെയാണ്? സ്വൽപശ്ച കാല, കാലം വളരെ ചുരുക്കമാണ്. ബഹവശ്ച വിഘ്നാ. ചിലപ്പോൾ ഭാഷ അറിയില്ല, സമയം കിട്ടില്ല. കുടുംബത്തിലുള്ള മക്കളും കുട്ടികളൊക്കെ അച്ഛൻ ഇങ്ങോട്ട് വരൂ, അമ്മ ഇങ്ങോട്ട് വരൂ, ഞങ്ങളുടെ കുട്ടികളെ നോക്കൂ, ഞങ്ങൾ 2 ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കും. പല വിധത്തിലുള്ള വിഷമ. യത് സാരഭൂതം. അപ്പം നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് നമുക്ക് പോകാൻ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. യത് സാരഭൂതം തദുപാസിതവ്യം. അതിൽ സാരാംശമായിട്ട് എന്തുണ്ടോ അത് നാം ഉപാസിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കേൾക്കുക ഗ്രഹിക്കുക എന്നുള്ളതല്ല. കേട്ട് ഗ്രഹിച്ച് ഉൾക്കൊണ്ട് അത് നമ്മുടെ മനോവൃത്തികളെയും ബുദ്ധിവൃത്തികളെയും ബാഹ്യ വ്യവഹാരങ്ങളെയും എല്ലാം നയിക്കണം, ഒരു നിഷ്ഠയാക്കി തീർക്കണം അതിനേന്ന്. അങ്ങനെ നിഷ്ഠയാക്കി തീർത്ത് ഹംസയർ യഥാ ക്ഷീരമിവാംബുമിശ്രം. പാലും വെള്ളവും കൂടി കൊടുത്താൽ ഒരരയന്നം വെള്ളത്തിനെ മാറ്റി പാല് മാത്രം ഉറിഞ്ചി കുടിക്കുന്നത് പോലെ എസൻസ് എന്തോ അത് മനസ്സിലാക്കി അഭ്യസിക്കൽ മാത്രമേ പറ്റുള്ളൂ നമുക്ക്. അപ്പം ഇതിൽ സാരഭൂതമായിട്ടുള്ളത് അരയന്നത്തെ പോലെ നമ്മൾ വശാക്കണം എന്ന്. എന്താ ഈ സാരാംശം? കേട്ടോളൂ. മനോഹിദ്വിവിധം പ്രോക്തം ശുദ്ധം ച അശുദ്ധമേവ ച. അശുദ്ധം കാമസങ്കല്പം ശുദ്ധം കാമവിവർജിതം. കഴിഞ്ഞു. വേറെ ഒന്നുമില്ല, ഇത് മനസ്സിലാക്കിയാൽ മതി. മനോഹി ദ്വിവിധം പ്രോക്തം. മനസ്സുണ്ടല്ലോ 2 തരത്തിലാണ്. 10 തരോ 15 തരോ 25 തരോ ഒന്നുമില്ല, 2 തരം.
എന്താ 2 തരം? ശുദ്ധം ച അശുദ്ധമേവ ച. ശുദ്ധ മനസ്സ് അശുദ്ധ മനസ്സ് എന്ന് 2 ഉള്ളൂ. പിന്നെ എന്തിനാ 20,000 വായിക്കുന്നത് നിങ്ങൾ? 18,000 ശ്ലോകം ഭാഗവതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്താ? 24,000 രാമായണത്തിൽ ഉണ്ടെങ്കിൽ എന്താ? 1,25,000 മഹാഭാരതത്തിൽ ഉണ്ടെങ്കിൽ എന്താ?